ന്യൂസ് മലയാളം ബിഗ് ബ്രേക്കിംഗ്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിർണായക തെളിവ്. യുവതി പീഡനത്തിന് ഇരയായെന്ന് സ്ഥിരീകരിച്ച ഡോക്ടറുടെ മൊഴി. പരിശോധനയിൽ പഴക്കമുള്ള മുറിവുകൾ കണ്ടെത്തിയെന്ന് അതിജീവിതയെ വൈദ്യപരിശോധന നടത്തിയ ഡോക്ടർ വ്യക്തമാക്കി. സേതു, അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് അതിജീവിതയെ വൈദ്യപരിശോധന നടത്തിയ ഡോക്ടറുടെ സ്ഥിരീകരണമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് പീഡനം നടന്നോ ഇല്ലയോ എന്നതായിരുന്നു ഏറ്റവും പ്രധാനമായിട്ട് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള കാര്യം. എന്നാൽ പീഡനം നടന്നു. അത് സംബന്ധിച്ച പരിശോധന നടത്തിയപ്പോൾ പഴക്കമുള്ള മുറിവുകൾ കണ്ടെത്തിയെന്ന് ഡോക്ടർ സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് പോലീസിന് ഡോക്ടർ കൈമാറിയിട്ടുമുണ്ട്. അതുതന്നെയാണ് ഈ പോലീസ് സംഘം കോടതിയിൽ സമർപ്പിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ബലാത്സംഗത്തിന് ഇരയായോ എന്നതായിരുന്നു പ്രധാനമായിട്ടും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടായ ചോദ്യമെങ്കിൽ ബലാത്സംഗത്തിന് ഇരയായി ആ പെൺകുട്ടി എന്നത് തന്നെ തെളിയിക്കുന്ന രേഖകൾ കൂടി കോടതിയിലേക്ക് എത്താൻ പോകുകയാണ്. നമുക്കറിയുന്നത് പോലെ ഈ പലയാവർത്തി ഈ രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ സൈബർ പോരാളികളടക്കം പെൺകുട്ടിയെ സൈബർ ഇടത്ത് വലിയ തരത്തിൽ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ രാഹുൽ മാങ്കൂട്ടം നൽകിയിട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിട്ടുള്ള നിരവധി കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അതിൽ ബലാത്സംഗം നിലനിൽക്കുമോ, പീഡനം നിലനിൽക്കുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു ചോദ്യചിഹ്നമായി വന്നതെങ്കിൽ പീഡനം നടന്നു എന്ന് സ്ഥിരീകരിക്കുന്ന ഡോക്ടറുടെ മൊഴി കൂടി, വൈദ്യപരിശോധന നടത്തിയിട്ടുള്ള ഗവൺമെന്റ് ഡോക്ടറുടെ മൊഴി കൂടി അതിൽ വരികയാണ്. ഡോക്ടറുടെ സ്ഥിരീകരണം കൂടി വരികയാണ്. ആ റിപ്പോർട്ട് കോടതിയിലെത്തുമ്പോൾ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയിട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അന്വേഷണ സംഘം അത് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും രാഹുലിനെ കുടുക്കാൻ കോടതിയിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കുമ്പോൾ പോലും അറസ്റ്റ് ചെയ്യാൻ എന്തുകൊണ്ട് പോലീസ് സേന തയ്യാറായി എന്നത് പരിശോധനയിലെ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം പരാതി വരുന്നു. അതിനുശേഷം പിന്നീട് വരുന്ന പരാതി, ഈ പെൺകുട്ടി നൽകിയ പരാതി, ആ പരാതിയിൽ അന്വേഷണം നടക്കുന്നു. ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനൊക്കെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് വീണ്ടും ഇന്നലെ മറ്റൊരു പരാതി കൂടി വരുന്നത്. ഈ പരാതിയാണ് DGPക്ക് അന്വേഷണ സംഘത്തിന് KPCC കൈമാറുകയും ഒക്കെ ചെയ്തത്. ആ പെൺകുട്ടി ക്രൂരമായ പീഡനത്തിന് ഇരയായി എന്ന് ഈ ഡോക്ടർ തന്നെ സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ അത് പുറത്തു വന്നിരിക്കുന്നു. നിർണായക തെളിവാകുന്നു. ആ വിവരങ്ങളാണ് അഞ്ചു പങ്കുവച്ചത്. ഇതിനൊപ്പം തന്നെ മറ്റൊന്ന്, ഈ രാഹുലിനെതിരെ പരാതി നൽകി 23 കണ്ടെത്താനുള്ള പോലീസ് നീക്കവും പുരോഗമിക്കുകയാണ്. അഞ്ചു, അപ്പോൾ ആ നീക്കം എങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ നടക്കുന്നത്? ഇയാൾ ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണ് എന്നുള്ള രീതിയിൽ പോലീസിന്റെ അന്വേഷണം അല്ലെങ്കിൽ അക്കാര്യങ്ങളൊക്കെയും ഈ കോടതിയെ ബോധിപ്പിക്കണം ഈ അന്വേഷണ സംഘത്തിന്. അതിന് ഈ പെൺകുട്ടിയെ കണ്ടെത്തി ഈ പെൺകുട്ടി മൊഴി നൽകാൻ തയ്യാറായാൽ അതിനെ സ്ഥിരീകരിക്കാൻ ഇനി മറ്റ് തെളിവുകളുടെ ആവശ്യം പോലും വരില്ല. അപ്പോൾ എങ്ങനെയാണ് അതിനെ ആ കുട്ടിയെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ, എങ്ങനെയാണ് പോലീസ് നീക്കങ്ങൾ? ഈ രണ്ടാമത്തെ പരാതി ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ പരാതി DGPയുടെ കയ്യിലേക്ക് KPCC നേതൃത്വം ഉൾപ്പെടെ ആ പരാതി അയച്ചു കൊടുക്കുന്നത്. ആ പരാതി ADGPക്ക് കൈമാറുകയാണ് DGP. അതാണ് നിർണായകമാകാൻ പോകുന്നത്. പെൺകുട്ടിയെ കണ്ടെത്താനുള്ള നീക്കത്തിലാണ് പോലീസ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ വന്ന ഇമെയിൽ, പരാതി അയച്ചിട്ടുള്ള ഇമെയിൽ, ആ ഇമെയിൽ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമെന്നാണ് നിലവിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ആ പെൺകുട്ടി മൊഴി നൽകാൻ തയ്യാറായാൽ അന്വേഷണ സംഘം ആ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം പ്രത്യേകം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുമെന്നാണ് നിലവിൽ അന്വേഷണ വൃത്തങ്ങൾ, പോലീസ് ഉൾപ്പെടെ പറയുന്നത്. അത് കേസെടുക്കുന്നതിൽ ഇന്ന് തീരുമാനമുണ്ടാകും, അത് ഉടൻ തീരുമാനമുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതും പ്രധാനപ്പെട്ട കാര്യമാണ് സേതു. കാരണം ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെ മറ്റൊരു പീഡന പരാതി കൂടി ഇത്തരത്തിൽ ഈ പ്രതിക്ക് നേരെ വരുന്നു എന്നത് കൂടി കോടതി നോക്കിക്കാണും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ പരാതി ആദ്യത്തെ കേസിൽ, അപ്പൊ അതിനെ തൊട്ട് പിന്നാലെയാണ് ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ചിരിക്കുന്ന പോലെ ഇന്നലെ മറ്റൊരു പരാതി വരുന്നത്. ആ പരാതി കുറച്ചും കൂടി അതിരെ കടന്നതാണ്. കാരണം ഇയാൾ ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തിരിക്കുന്നു, അതല്ലെങ്കിൽ ആ കുട്ടിയെ മുറിവേൽപ്പിച്ചിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ കൂടിയുണ്ട്. മാത്രമല്ല ആ പരാതി ഈ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അടക്കം നൽകിയതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലേക്ക് വരുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിന് എത്ര കണ്ട് നിർണായകമാണ്? അഞ്ചു,
സേതു, ഇയാൾ ഒരു സ്ഥിരം കുറ്റവാളി ആണെന്ന രീതിയിലേക്ക് ആ കാര്യങ്ങൾ എത്തും. മാത്രമല്ല ഇപ്പോൾ നിലവിൽ 7 ദിവസമായി ഒളിവിൽ കഴിയുകയാണല്ലോ. അപ്പോൾ കോടതി എന്തായാലും അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന അന്വേഷണ സംഘത്തിന്റെ വാദം അവിടെ നിലനിൽക്കുക ചെയ്യും. മുൻപ് രജിസ്റ്റർ ചെയ്ത പല കേസുകളിലും എങ്ങനെയായിരുന്നു പ്രതി അന്വേഷണ സംഘത്തോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്, അന്വേഷണ സംഘത്തോട് സഹകരിച്ചിട്ടുണ്ടായിരുന്നത് എന്ന കാര്യം കൂടി നോക്കും. അതിൽ പ്രധാനമായിട്ടുമുള്ളത് ഇത്തരത്തിൽ സ്ഥിരം കുറ്റവാളി ആണ് എന്ന തരത്തിലേക്ക് ആ കാര്യങ്ങൾ എത്തിപ്പെടും. അതുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ പരാതി എത്തി. ആ പരാതി DGPയുടെ കയ്യിൽ നിന്ന് ADGPയിലേക്ക് കൈമാറുന്നു. ADGP അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. ഈ വന്നിട്ടുള്ള ഇമെയിൽ ആരുടേതാണ്, ഈ ഇമെയിൽ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തും, ആ പെൺകുട്ടിയെ കണ്ടെത്തും, ആ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തും എന്നത് കൂടി ആകുമ്പോൾ എത്രത്തോളം വലുതാകുന്നു. ഒരു MLAക്ക് വേണ്ടിയാണ് ഈ സംസ്ഥാനം ഒട്ടാകെ ഇപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതും ബലാത്സംഗ കേസിൽ പ്രതി ചേർക്കപ്പെട്ടതിന് പിന്നാലെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്ന് 11 മണിയോടുകൂടി കോടതിയുടെ പരിഗണനയിൽ ആ മുൻകൂർ ജാമ്യാപേക്ഷ വരും. ആ ഘട്ടത്തിലായിരിക്കും എന്തൊക്കെ വാദങ്ങളാണ് പ്രോസിക്യൂഷനും പ്രതിഭാഗവും നിരത്തുക എന്നതാണ് നോക്കിക്കാണേണ്ടത്. കോടതി അതിലെടുക്കുന്ന തീരുമാനം നിർണായകമാണ്. ഇനിയിപ്പോൾ കോടതിയിൽ നിന്ന് ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്ന് ഇത് തള്ളിയാൽ തന്നെ ഹൈക്കോടതിയിൽ പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും രാഹുൽ നടത്തിയിട്ടുണ്ട് എന്നതാണ് പുറത്തേക്ക് വരുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതി അത്തരത്തിലൊരു ജാമ്യാപേക്ഷ പരിഗണിക്കണമെങ്കിൽ 10 ദിവസമെങ്കിലും എടുക്കുമെന്നതാണ് സാധാരണഗതിയിലുള്ളത്. അസാധാരണ സാഹചര്യമാണെങ്കിൽ മാത്രമേ അത്ര വേഗത്തിൽ ഹൈക്കോടതി അത് പരിഗണനയിലേക്കെങ്കിലും വരുള്ളൂ. അതും പ്രധാനമായിട്ട് നോക്കിക്കാണേണ്ടതാണ്. ഓക്കെ അഞ്ജു, ശരി. അപ്പോൾ അഞ്ജു ജയപ്രകാശാണ് വിവരങ്ങൾ നൽകിയത്.